സാറേ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്രായേൽ സിറിയ പിടിക്കുമോ, സിറിയയാണോ അവരിനി ലക്ഷ്യം വയ്ക്കുന്നത്? രണ്ടാമത്, ഇപ്പോൾ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. ഹിസ്ബുള്ള, ഹമാസ്, ഇറാൻ. പക്ഷേ ഇവരുടെ ആക്രമണത്തെ ചെറുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ ഏത് നിമിഷവും തിരിച്ചടിക്കാൻ ഇസ്രായേലിനെ സഹായിക്കാനുള്ള സന്നാഹങ്ങളുമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരുടെ കപ്പൽപ്പട ഉൾപ്പെടെ യുഎസിൻ്റെയും ബ്രിട്ടൻ്റെയും കപ്പൽപ്പട കിഴക്കൻ മെഡിറ്ററേനിയനിൽ തമ്പടിച്ചു കഴിഞ്ഞു. അതായത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഘട്ടമുണ്ടായാൽ, അല്ലെങ്കിൽ ഇസ്രായേലിനൊരു എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുന്നു തോന്നിയാൽ തിരിച്ചടിക്കാൻ അമേരിക്കയും ബ്രിട്ടനും റെഡിയാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് ഇസ്രായേൽ, ഈ നമുക്കിപ്പം നടക്കുന്ന ഒന്ന് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണമാണ്. അതുപോലെ തന്നെ ഇറാൻ ഈ ഹൂതി വിമതരുമായി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന ഒരു പരിപാടിയും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെ സംഘർഷഭരിതമാണ്. അല്ല, ഇത് ബേസിക്കലി അങ്ങനെ. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇസ്രായേലും, രണ്ട് അത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ്. അതായത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂദീസ്, ദേ ആർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തീവ്രവാദം കൈൻഡ് ഓഫ് അറ്റാക്കാണ്. ഇത് ഇസ് എ വാർ അഗെയിൻസ്റ്റ് ടെററാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലല്ല. ഇറാൻ നേരിട്ട് വന്നാലേ രാജ്യമാവുള്ളൂ. അതല്ലേ ഇറാൻ വരാത്തത്. ഇതിൻ്റെ പിന്നിലപ്പുറത്ത് ഇറാൻ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇറാൻ നേരിട്ട് അവരില്ല. തുർക്കിയും ചിലപ്പോൾ ഇൻഡയറക്റ്റ് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ നേരിട്ട് അവരാരും രംഗത്തില്ല. അപ്പോൾ സ്റ്റേറ്റ് ആക്ടർ എഗെയിൻസ്റ്റ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ്. ഇത് തീർക്കാൻ ഇസ്രായേൽ തന്നെ ധാരാളമാണ്. അവർ പിന്നെ അതിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് അത്രയും നെതന്യാഹുവിന് കാര്യങ്ങൾ എളുപ്പമാവും അവിടെ. ഇപ്പം തന്നെ മൂപ്പർ അവിടെ ഇങ്ങനെ ഭയങ്കര ഹൈപ്പായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടത്. ആരും കണ്ടുകൂടായിരുന്നു. ഇയാളുടെ കയ്യിൽ ഇപ്പം അങ്ങനെയാണ്, മെഗലമാനിയൊക്കെയാണല്ലോ. അപ്പം പക്ഷേ ഇപ്പം അയാൾ ഭയങ്കര ഹൈപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം എത്രത്തോളം കണ്ടിന്യൂ ചെയ്യുന്നു, അത് ഇസ്രായേലിൻ്റെ ജനജീവിതത്തെയും അവരുടെ സാമ്പത്തിക ജീവിതത്തെയും അത് ബാധിക്കാത്ത കാലത്തോളം അത് ഇസ്രായേൽ നെതന്യാഹുവിന് ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ആവശ്യമില്ല. രണ്ട് അമേരിക്കയും ബ്രിട്ടനും കൂടി അറബികൾക്കിട്ട് പണിയാൻ വേണ്ടി അവിടെ കുത്തിവെച്ചിട്ടുള്ള കത്തിയാണ് ഈ സാധനം ഇസ്രായേൽ. അവരുടെ നാടായിരുന്നു, അവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത നാടാണ് എന്നൊക്കെ പറയാം. പക്ഷെ അവർ 2000 വർഷമായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഓമക്കാരാണ് അവരെ ഓടിച്ചത്. ഓമക്കാരാരാന്ന് ഞാൻ പറയുന്നില്ല, മുസ്ലിങ്ങളല്ല ഓടിച്ചത്. അതിന് മുമ്പേ തന്നെ ഇവരവിടെ എന്നതിന് മുമ്പ് ഫിലിസ്റ്റൈൻസ് അവിടെ ഉണ്ടായിരുന്നു. അവരെ അടിച്ചോടിച്ചും ചുട്ടു. ജോഷിയുടെ കഥ അറിയാലോ. ജോഷിയ ഒരു നഗരം ചുട്ടരിച്ച കഥ പറയുന്നുണ്ട്. ശരിക്കും മോസസിന് അവരങ്ങോട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അവരങ്ങോട്ട് എത്തിക്കുന്നത് ജോഷിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം ഇങ്ങനെ പോകുമ്പോൾ ഇതിനിടയിൽ വരാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഹിസ്ബുള്ളായിട്ടുള്ള ബന്ധത്തിൽ ലെബനൻ അറ്റാക്ക് ചെയ്യപ്പെടും. ലെബനൻ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തകർക്കപ്പെടുകയോ കീഴടക്കപ്പെടുകയോ ചെയ്യും. അത് കഴിഞ്ഞ് അടുത്തത് ഇവരുടെ കാനൻ ദേശത്തിൻ്റെ ഭാഗമാണ്. ഇവർ പറയുന്ന വിശാല ഇസ്രായേലിൻ്റെ ഭാഗമാണ് സിറിയ. അപ്പോൾ സിറിയയുടെ ചെറിയൊരു പ്രദേശമാണ് ഇപ്പോൾ അസദിൻ്റെ കയ്യിലുള്ളൂ. ബാക്കി പല മിലിറ്റൻറ്റ് മെർസണറീസിൻ്റെ കയ്യിലാണ്, മിലിറ്റൻറ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. മെർസണറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂസിഫർ സിനിമയിലെ പൃഥ്വിരാജിൻ്റെ ടീമുള്ള ആയുധമുള്ള വിങ്. അപ്പം ഉക്രൈനിലേക്ക് റഷ്യ വിട്ടില്ലായിരുന്നു ഒരു കക്ഷീനെ, അതുപോലുള്ള ഒരു റെഗുലർ ഫോഴ്സ് ഒന്നല്ല. പക്ഷേ ദേ ആർ ഹൈലി ആംഡ് ആൻഡ് സ്കിൽഡ് എക്സ് സോൾജേഴ്സൊക്കെ ആയിരിക്കും, ഗുണ്ടകളുണ്ടാവും. ഇവരെ ഇഷ്ടംപോലെ യുദ്ധത്തിന് പല രാജ്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ പല മേഖലകളും കൈയേറുന്ന ഇവരാണ്. IS അവിടെ ഒരു അനാർക്കി ഉണ്ടാക്കി വെച്ചു. ISൻ്റെ ആളുകളൊക്കെ പിന്നെ അമേരിക്ക ബോംബിട്ട് കൊന്നു. പക്ഷേ അവിടെ പല മേഖലകളും കൈയടക്കി വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പം ഇവരുമായിട്ടുള്ളൊരു യുദ്ധം ഇസ്രായേൽ നടത്തുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ, ഒന്നുകിൽ അവരങ്ങനെ വിടണം, അസദിനെ ആക്രമിച്ചിട്ട് ആ പ്രദേശം വീണ്ടെടുക്കണം. ഇസ്രായേൽ ഇവരോടും ഈ മെർസണറീസിനോട് മുട്ടാൻ പോയാൽ അത്ര എളുപ്പമല്ല. ഒരു സ്റ്റേറ്റ് ആക്ടറിനോട് മുട്ടുന്ന പോലെ അല്ല ഒരു നോൺ സ്റ്റേറ്റ് ആക്ടർ ഇവരെ പോലെ ഈ IS പോലുള്ള സാധനത്തിനോട് മുട്ടുന്നത്. ഇവന്മാർ എവിടെയും കയറി പൊട്ടിക്കും. ഇവന്മാർ തന്നെ ചാവേറുകളാണല്ലോ. ഹിസ്ബുള്ള പോലെ അത്ര അപകടമല്ല. പക്ഷേ ഇന്നിപ്പം സിറിയയിൽ വലിയ ന്യൂസ് വരാതിരിക്കാൻ കാരണം ആ പ്രദേശങ്ങൾ അവരുടെ ഭാഗമായിട്ട് അവർക്ക് ഒരു വെല്ലുവിളി എവിടെ നിന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം മൊസാദൊക്കെ ഓൾറെഡി നൊയഞ്ഞ് കയറിയിട്ടുണ്ടാവും. എങ്കിൽ പോലും സിറിയയിലെ ഈ റിബലുകളെ കീഴടക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ സിറിയ കീഴടക്കുക എന്നുള്ള 25 വർഷം കൊണ്ട് സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. പെട്ടെന്ന് സംഭവിക്കും എനിക്ക് തോന്നുന്നില്ല. 25 വർഷം എടുക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും ഇസ്രായേൽ. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്കായിരിക്കും അവർ ഈജിപ്റ്റ് ലക്ഷ്യം വെക്കുന്നത്. അത് ലോക രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ, ട്രംപിൻ്റെ സാധ്യതകൾ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിൽ വരും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈജിപ്തിൻ്റെ ഒരു ഭാഗം, സൂയസ് കനാലിൻ്റെ ഭാഗം. സൂയസ് കനാൽ ഈ ഫ്രഞ്ചുകാരുണ്ടാക്കിയതാണല്ലോ, ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാരും കൂടി ഉണ്ടാക്കിയത്. അതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വരുമാനമാകും. ലോകത്തെ ഏറ്റവും തിരക്ക് കപ്പൽപാതയാണ്.
അതിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവർ പലപ്പോഴും താരിഫൊക്കെ ഉയർത്തിയും അത് സ്വാഭാവികം സായിപ്പിന് പിടിക്കുന്നില്ല. അപ്പോൾ ഇവർ അടുത്തിടെ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഇസ്രായേലിൻ്റെ പ്രദേശത്തൂടെ ഒരു കനാൽ ഉണ്ടാക്കാന്നുള്ളത്. അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതിൽ നല്ലത് സൂയസ് കനാലിലെ ഭാഗമായിട്ടുള്ള അവർ പിടിച്ചെടുത്താണ് മുമ്പ്. എനിക്ക് തോന്നുന്നു 6 ഡേ വാറിൻ്റെ സമയത്ത് പിടിച്ചെടുത്താണ്. അല്ല അതിൻ്റെ മുമ്പ് ഒറ്റ പിടിച്ചെടുത്ത് പിന്നെ വിട്ടുകൊടുത്താണ്. അപ്പോൾ ആ ക്ലെയിമും കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതും കൂടി പിടിച്ചെടുത്തിട്ട് വിശാല ഇസ്രായേൽ ഉണ്ടാക്കാം എന്നുള്ള അജണ്ടയാണ്. ഇതിന് പിന്നെ വെസ്റ്റേൺ കൺട്രീസും ഉണ്ട്, അവരുടെ താല്പര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു അജണ്ട, ഒരു 50 വർഷത്തെ ഒരു അജണ്ടയാണത്. അത് പക്ഷേ എങ്ങനെ അൺഫോൾഡ് ചെയ്ത് വരും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഏതൊക്കെ വരാം. കാരണം ന്യൂക്ലിയർ പൊളിഫറേഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള 2 രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഒന്ന് നോർത്ത് കൊറിയയാണ്, ഒന്ന് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ അമേരിക്കയുടെ കൺട്രോളുണ്ട്. നോർത്ത് കൊറിയയിൽ റഷ്യയുടെയും ചൈനയുടെയും കൺട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അവർക്ക് പൈസ ഇട്ടി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സാധനം കൊടുക്കും, ഉണ്ടാക്കി കൊടുക്കും. കണ്ണൂർ ബോംബ് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ. ആരുണ്ടാക്കി കൊടുക്കും? കൊറിയ സാധനം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കൊറിയ എന്തും ചെയ്യും. ഞാൻ മനസ്സിലായി ലോകത്തുള്ള സകല ഉഡായ്പ തട്ടിപ്പാരും ഇന്ന് വർക്ക് ചെയ്യുന്ന കൊറിയെന്നാണ്, നോർത്ത് കൊറിയെന്ന. അവരുടെ വരുമാനം അങ്ങനെയാണ് വരുന്നത്. അതോലോ അത് തന്നെ കള്ളക്കടത്ത് ഇതിനൊക്കെ കേന്ദ്രം നോർത്ത് കൊറിയ. അതിശക്തമായ സ്റ്റേറ്റിൻ്റെ സപ്പോർട്ട്. അവിടെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാ സംഭവമാണ് അവിടുത്തെ സ്റ്റേറ്റ്. അത് ആയുധങ്ങളൊക്കെ കാലഹരണപ്പെട്ടതായിരിക്കാം, ട്രക്കുകൾ കാലഹരണപ്പെട്ടതായിരിക്കും. പക്ഷേ അവരുടെ സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്, പവർഫുള്ളാണ്. ഇത് ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ട് അങ്ങനെ ഒരു വാർ സ്റ്റേറ്റ് ആയിട്ട് മാറ്റി കൊണ്ടുവന്നൊരു സ്റ്റേറ്റാണ്. അതാണ് എൻ്റെ കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ സിറിയ ഭാവിയിൽ അവർ പിടിച്ചെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ നമ്മുടെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ അതിനകത്ത് ഉത്തരമായി. എന്നാലും ഇപ്പോൾ നിലവിൽ ഇസ്രായേലിനെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള മേൽക്കോയ്മ ഇസ്രായേലിന് ഇപ്പോഴും ഉണ്ടോ? കാരണം ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു, ഹമാസ് പിന്നെ ഇപ്പോൾ അവരിങ്ങനെ ചർച്ചയൊക്കെ കാര്യങ്ങളായിട്ട് പോകുന്നു. എന്നാലും ഹിസ്ബുള്ളയുടെ ഒരു ആക്രമണം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കമായിട്ട് തോന്നുന്നില്ല. പിന്നെ അതൊക്കെ ഏത് സമയം അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് അപ്രതീക്ഷിതമായല്ല വല്ല ആക്രമണം പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വല്ല ആക്രമണം വരണം, അതവർ പ്രതീക്ഷിക്കുന്നില്ല. യൂറോപ്പിൽ നിന്ന് അവർക്ക് നേരെ വല്ല ആക്രമണം വരണം, അതവരിപ്പം പ്രതീക്ഷിക്കും. അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഭാവിയിൽ. ഇപ്പം അവർ പ്രതീക്ഷിക്കുന്നില്ല. 10-100 വർഷം കഴിഞ്ഞിട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇപ്പം പ്രതീക്ഷിക്കുന്നില്ല. ഇത് അവരെപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദേ ആർ ബേസിക്കലി എ സ്റ്റേറ്റ് അറ്റ് വാറാണ് എപ്പോഴും. ഓൾവേസ് ദേ ആർ ബിലിജറൻറ്റ്, എപ്പോഴും യുദ്ധസന്നദ്ധമാണ് അവർ. അപ്പം അതൊന്നും അവർ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഹിസ്ബുള്ളയൊക്കെ നിന്നോന്ന് തന്നെ അവർ നിലനിർത്തുന്നുണ്ടല്ലോ. ഇസ്രായേൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രമാത്രം സഹായമൊന്നും അവർക്ക് ഓപ്പണായിട്ട് കിട്ടാതിരുന്ന സമയത്ത് അന്ന് ഈ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് വന്നിട്ട്, അന്ന് അറബ് രാജ്യങ്ങൾക്ക് വേറെ അവതാൻ പറ്റി. ഒന്ന് വന്ന സമയത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്ന് പോയപ്പം വേറെ ഒന്ന് വന്നു. ഒരുമിച്ചല്ല ആക്രമണം ഉണ്ടായത് പലപ്പോഴും. ഇവർ തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു അതിശക്തമായൊരു രാജ്യമാണ്, വെൽ കണക്റ്റഡ് ആണ്. അതിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനമാണെങ്കിലും അതിൻ്റെ സൈബർ വിങ് ആണെങ്കിലും അതിൻ്റെ മറ്റു വിഭാഗങ്ങളാണെങ്കിലും എല്ലാം ഹൈലി ഡെവലപ്ഡ് ആണ്. അവർക്ക് ഒറ്റയ്ക്ക് ഈ രാജ്യങ്ങൾ നേരിടാൻ വന്നിട്ടുണ്ട്. അമേരിക്കൻ കപ്പൽപ്പെടേണ്ട ഒന്നും ഒരാവശ്യമില്ല. ഈജിപ്റ്റ് ഏറ്റവും യുദ്ധത്തിലേക്ക് വന്നാൽ മാത്രമാണ് അമേരിക്കൻ കപ്പൽപ്പെടേണ്ട ആവശ്യമായിട്ടുള്ളൂ. ഇവർക്ക് യുദ്ധവാഹിനികളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഈജിപ്റ്റും കൂടി വന്നാൽ മാസീവ് അറ്റാക്കായിട്ട് വരും. ഈജിപ്റ്റ് പെട്ടെന്നും വരില്ല. ഇവരൊരു തോണ്ടൽ ഈജിപ്റ്റിനെ ബാധിക്കുമെന്ന് തോന്നിയാൽ മാത്രമേ ഈജിപ്റ്റ് വരുള്ളൂ. കാരണം ഈജിപ്റ്റിനെ ഭരിക്കുന്ന മിലിറ്ററി ഭരണകൂടമാണ്. മിലിറ്ററി ഭരണകൂടത്തെ സംബന്ധിച്ച് അവർ അമേരിക്കൻ സപ്പോർട്ടോടുകൂടി ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ്. അവിടെ അല്ലേ മുല്ലപ്പൂ വിപ്ലവം നടന്നതിൻ്റെ മുഹമ്മദ് മോസി ജമാഅത്ത് ഇസ്ലാമിക്കാരായി, അതായത് ഇസ്ലാമിക് ബ്രദർഹുഡ് അധികാരത്തിൽ വന്നു. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറയാമല്ലോ, കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ ഉപദ്രവിച്ചു. അമേരിക്ക രണ്ടാമത് ഇടപെട്ടു, ചൈനയും അധികാരം തിരിച്ചു പിടിച്ചു. ഇവന്മാരൊക്കെ പിന്നെയും താഴെ തട്ടിപ്പോയി. പക്ഷേ അവിടെ ഇലക്ഷൻ നടന്ന ഇസ്ലാമിക് ബ്രദർഹുഡ് ജയിക്കുള്ളൂ. അവന്മാരാണെങ്കിൽ അവർ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും, ഉറപ്പാ. പിന്നെ അവിടെ ഇസ്രായേൽ എനിക്ക് തോന്നുന്നു പിന്നെ 6 ഡേ വാറിൻ്റെ സമയത്തായിട്ട് മറ്റോ അന്ന് അടി കിട്ടിയാൽ അണുബോംബ് പൊട്ടിക്കാന്ന് വിചാരിച്ചിരുന്നതാണ്. സിനായ് മരുഭൂമിയിൽ അണുബോംബ് പൊട്ടിക്കുക എന്നുള്ളതാണ് പ്ലാന്. പക്ഷെ അന്ന് ഇവർക്ക് അടി കിട്ടിയില്ല, അതുകൊണ്ടാണ് അണുബോംബ് പൊട്ടാതെ ഇരുന്നത്. അവർ പൊട്ടിക്കണ ചോദിച്ചാൽ അവർ പൊട്ടിക്കും. അവർക്ക് അക്കാര്യത്തിൽ മനുഷ്യപ്പറ്റുന്നില്ലാത്ത ടീമാണ് അവർ. ജൂതൻ ബേസിക്കലി കച്ചവടക്കാരനാണ്. ജൂതനെ വിശ്വസിക്കില്ലെന്ന് സായിപ്പന്മാരുടെ ചൊല്ലി തന്നെ ഉണ്ട്. സായിപ്പന്മാരുടെ ജൂതനെ വിശ്വസിക്കുന്ന ചൊല്ലുണ്ട്. ബേസിക്കലി ഷൈലോക്കിന് അറിയില്ലേ? അതെ, ഷൈലോക്ക്. അതാണ് സായിപ്പിന് ഇത് ഷേക്സ്പിയറാ, കണ്ട അലോലാജൊന്നല്ല. സായിപ്പ് പിന്നെ ജൂതനെ കാണുന്നത് കണ്ണി ചോരല്ലാത്ത കച്ചവടക്കാരനായിട്ടാണ്. ബേസിക്കലി ജൂതൻ കണ്ണി ചോരല്ലാത്ത കച്ചവടക്കാരനാണ്. അതിന് അവർ സ്വയം വിശ്വസിക്കുന്ന സെലക്റ്റഡ് പീപ്പിളാണ്.
അതെ അതെ, സെലക്ടഡ് പീപ്പിളാണ്. അവർ വേറെ ആർക്കും അതിന് മെമ്പർഷിപ്പും കൊടുക്കുകയില്ല. അപ്പോൾ ക്രിസ്ത്യാനികൾ സെലക്ടഡ് പീപ്പിളാണ് വിശ്വസിക്കുന്നുണ്ട്, മുസ്ലിങ്ങളും വിശ്വസിക്കുന്നുണ്ട്, ബ്രാഹ്മണരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റുള്ള ആളുകൾ എടുക്കും. നിങ്ങൾ നമ്മളെ കൂടെ വന്ന് മാമോദീസ മുഖ്യ കലുമൊക്കെ ചെയ്യലേ നിങ്ങൾ സെലക്റ്റഡായി. യൂതന്മാരുടെ നടക്കുകയില്ല. ഇനി നിങ്ങൾ അവിടെ പോയി കല്യാണം കഴിച്ചാൽ പെണ്ണിനെ അവർ പുറത്താക്കും, ചെറുക്കൻ കല്യാണം കഴിച്ചാൽ അവനെ പുറത്താക്കും. ഇതാണ് യൂതന്മാർ. ബ്രാഹ്മണസും അങ്ങനെ തന്നെയാണ്. അവർ സെലക്റ്റഡ് ആണെന്ന് അവർ വിശ്വസിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ മുഖത്തുണ്ടായതാണ്. അവർ നിങ്ങളതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. പിന്നെ ചരിത്രപരമായി ഉള്ള വളർച്ചേൻ്റെ ഇടയിൽ ഈ പണ്ട് തുർക്കിയിലെ ഒരു രാജ്ഞിക്ക് ജൂതന്മാരോട് ഭയങ്കര സ്നേഹം തോന്നി. ബൈസൻ്റെയിൽ തുർക്കിയിലെ അവർ ജൂതമതം സ്വീകരിച്ചു. അവരാണ് നമ്മൾ അസ്കിനാഷി ജൂതന്മാരെന്ന് പറയുന്ന ഏറ്റവും ബുദ്ധി കൂടിയ വിഭാഗം അവരാണ്. പിന്നെ അവരെ കൂട്ടത്തിൽപ്പെട്ടാണ് എനിക്ക് കാൾമാക്സും എംഗൽസും എല്ലാം തന്നെ ആ കൂട്ടത്തിൽപ്പെട്ടാന്ന് തോന്നുന്നു. എംഗൽസ് അല്ല, ഈ പറഞ്ഞ ഫ്രോയിഡൊക്കെ വലിയ ബുദ്ധിജീവികൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്, അസ്കിനാഷി എന്ന് തോന്നുന്നു. അതുപോലെ ഈ പിന്നെ ബ്രാഹ്മിൺസിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ മറാഠയിലൊക്കെ ഉള്ള പുരോഹിത ഭാഗത്തെ പിന്നെ ബ്രാഹ്മിൺസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അവർ എടുത്തിരുന്നു. തമിഴ്നാട്ടിലുള്ള അയ്യങ്കളക്സ് അങ്ങനെ ലോക്കൽസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്താണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ ആ പ്രോസസ്സ് അവർ അതെപ്പോഴെങ്കിലും അങ്ങനെ ആ പ്രതിസന്ധിയുള്ളൊരു ഘട്ടത്തിൽ ഒരു രാജ്യം കീഴടക്കുന്ന സമയത്ത് അവിടെയുള്ള പുരോഹിതന്മാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അന്നപ്പോൾ എടുത്തതാണ്. എങ്കിലും ഇപ്പോൾ ഇവർ തമ്മിൽ അതിശക്തമായ വിവാഹം കഴിക്കുന്നതിനൊക്കെ ശക്തമായ ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ തന്നെ കൂടിയ ആളുകളും കുറഞ്ഞ ആളുകളുണ്ട്. നമ്മുടെ തമിഴ് ബ്രാഹ്മിൺസിനെയും മമ്പൂരി ഇവർ വലിയ ഉത്തരേന്ത്യയിലുള്ള ഹൈച്ചാത്രയിലെ ബ്രാഹ്മിൺസ് ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നമുണ്ട്. എങ്കിൽ പോലെ ഇനിയിപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് ആൾ പോയി നിങ്ങൾക്ക് ബ്രാഹ്മണൻ എന്നാകാൻ പറ്റും, എളുപ്പം നല്ലത്. അതുപോലെ തന്നെയാണ് ജൂതൻ. ഏറ്റവും അവസാനം ജൂതമതം സ്വീകരിച്ച ഒരാളെന്ന് വെച്ചാൽ മെഡോണയാണ്. മെഡോണ പിന്നെ വലിയ സെലിബ്രിറ്റിയൊക്കെ ആയതുകൊണ്ട് അവരങ്ങ് എടുത്തതായിരിക്കും. എങ്കിൽ പോലും അതിൽ പ്രശ്നമാണ്. കാരണം അവർ ആ ഒരു എബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട സെലക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. ജീസസിനെ അവർ അംഗീകരിക്കും, ജൂതനായിട്ട് അംഗീകരിക്കും. അല്ലാണ്ട് പിന്നെ അല്ല ക്രിസ്ത്യാനിയായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്നത് ദൈവപുത്രനായിട്ടോ രക്ഷകനായിട്ടൊന്നും അവർ അംഗീകരിക്കില്ല. അവരങ്ങനെ. അപ്പോൾ അവരുടെ ഈ അഹങ്കാരത്തിനും അവരുടെ ഈ പറയുന്ന ഇതിനും ഒരു പ്രധാനപ്പെട്ട കാരണം സെലക്റ്റഡ് പീപ്പിളാണ് ധാരണ. സെലക്റ്റഡ് ക്രിസ്ത്യാനികളെ പോലെ മുസ്ലിങ്ങളെ വെറുതെ പറയുന്നതല്ല. അവർ വേറെ ആരെയും കൂട്ടില്ലല്ലോ. കൂട്ടുന്ന ഇങ്ങനെ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രമാണ്. അല്ലാതെ കമലാദാസിനെ പിന്നെ പറ്റിച്ച് കൂട്ടിയതുപോലെയുള്ള പരിപാടിയൊന്നുമല്ല. മറ്റേ മടവണ അങ്ങോട്ട് പോയി ചേർന്ന കാല് പിടിച്ചുകൊണ്ട് നാമിനെ കയറി പോരുന്ന നടന്നായിരിക്കും. എന്തായാലും നമുക്ക് ഈ യുദ്ധത്തിൻ്റെ അവസാനം എന്തായി തീരും എന്നുള്ളത് കാത്തിരുന്ന് യുദ്ധം കണ്ണിച്ചോരല്ലാത്തവരോടാണ് യുദ്ധം ചെയ്യുന്നത്. അത് അവന്മാർ ഏറ്റവും ശക്തിയുള്ള സമയത്ത് അത് എന്തായി തീരുമെന്ന് വലിയ പ്രശ്നമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.